കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൽ കയ്യൊപ്പു ചാർത്തി കൊല്ലവും. രാജ്യത്തിനാകെ അഭിമാന നിമിഷം പകർന്ന ചാന്ദ്രയാൻ 3 ദൗത്യത്തിൽ കയ്യൊപ്പു ചാർത്തി പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ ചവറ KMML-ഉം ചാന്ദ്രയാൻ ബഹിരാകാശ പേടകത്തിലെ ക്രിട്ടിക്കൽ കമ്പോണൻസ് രൂപകൽപ്പന ചെയ്തത് KMML-ന്റെ ടൈറ്റാനിയം സ്പോർട്സ് മെറ്റൽ ഉപയോഗിച്ചുണ്ടാക്കിയ അലോയികൾ ഉപയോഗിച്ചാണ്. ചാന്ദ്രയാൻ 2 ദൗത്യത്തിനും KMML-ൽ നിന്നുള്ള ടൈറ്റാനിയം സ്പോഞ്ച് ഉപയോഗിച്ചിരുന്നു. ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ഏക പ്ലാന്റാണ് ചവറ KMML. 2006 ഡിസംബർ 27-ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റിന് തറക്കല്ലിട്ടത്. 2011 ഫെബ്രുവരി 27-ന് അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണി ഇത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ടൈറ്റാനിയം ലോകത്തിന്റെ അസംസ്കൃത വസ്തുവായ ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപാദന സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ 7ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്കും പ്രതിരോധ മേഖലയ്ക്കും ആവശ്യമായ ടൈറ്റാനിയം സ്പോഞ്ച് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചത്. KMML, KSRO കീഴിലെ വിക്രം സാരാഭായി സ്പേസ് സെന്റർ, ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സംയുക്ത സംരംഭമായാണ് 500 ടൺ ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് ചവറയിൽ നിർമ്മിച്ചത്. രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഇത്. 2011 സെപ്റ്റംബർ 6-ന് KMML ടൈറ്റാനിയം സ്പോഞ്ചിന്റെ ആദ്യ ബാച്ച് നിർമ്മിക്കപ്പെട്ടു. ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപാദനത്തിന്റെ ഭാഗമായി ഉപോൽപ്പന്നമായി ഉണ്ടാകുന്ന മഗ്നീഷ്യം ക്ലോറൈഡിൽ നിന്ന് മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്നതിന് പുതിയ മഗ്നീഷ്യം റീസൈക്ലിംഗ് പ്ലാന്റ് നിർമ്മിക്കുകയാണ് ഇപ്പോൾ ചവറ KMML. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.